ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 14 ജില്ലകളിലും 14 ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നുമായി 45 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കുളത്തൂപ്പുഴ കൈതക്കാട് തടത്തരികത്ത് വീട്ടിൽ നിസാറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകുമെന്ന് പറഞ്ഞ നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും 3 അക്കൗണ്ടുകളിലായി 12 ലക്ഷം രൂപയും 2023 ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിലമേൽ NSS കോളേജിൽ ക്ലർക്ക് ജോലി വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ച് 33,07,000 രൂപയും തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി നൽകാതെ വരികയും പണം തിരികെ ലഭിക്കാതെ വരികയും ചെയ്തതോടെ തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. ഇതോടെ നിസാർ വിദേശത്തേക്ക് കടന്നു. കേസെടുത്ത അഞ്ചൽ പോലീസ് നിസാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ അറിയിപ്പ് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ വിദേശത്തു നിന്നും ഇക്കഴിഞ്ഞ ദിവസം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നിസാറിനെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെക്കുകയും പിന്നീട് അഞ്ചൽ പോലീസിന് കൈമാറുകയും ചെയ്തു. അഞ്ചൽ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരുവിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ നിരവധി പരാതികൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. കുളത്തൂപ്പുഴയിലെ CPM ലോക്കൽ കമ്മിറ്റി അംഗം, DYFI വില്ലേജ് പ്രസിഡന്റ്, KSKTU വില്ലേജ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നിസാർ കുളത്തൂപ്പുഴ നെടുവന്നൂർക്കടവിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. സ്ഥാപനത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നതോടെ പാർട്ടി നേതൃത്വം നിസാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഡെപ്പോസിറ്റ് ചെയ്യാത്ത തുകയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തുവെന്ന് കാണിച്ച കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ചതിനും നിസാറിനെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത നിസാറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തട്ടിപ്പ് കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. നാട്ടുവാർത്ത, അഞ്ചൽ.